അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിലും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. ഗോകുൽ വിഎസും ഇംതിയാസും ലിഷോയും ചേരുന്നുണ്ട്. ഗോകുലിലേക്ക് ആദ്യം. ഗോകുൽ, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ തീവാർന്ന പോരായിരുന്നു പല വിഷയങ്ങൾ. അവിടുത്തെ പാലക്കാടിന്റെ MLA അടക്കം സ്ഥലത്ത് ഇല്ല, പെട്ടുപോയ അവസ്ഥ, പ്രതിസന്ധി, രാഹുൽ മാങ്കൂട്ടത്തിനുമായ വിഷയങ്ങളൊക്കെ നിരവധി വിഷയങ്ങൾ അങ്ങനെ അലയടിച്ച തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ? മുന്നണികളുടെ ഭാഗത്തു നിന്നും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ ഗൂഗിൾ? അതായത് ഇന്ന് നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത് നാളെ വോട്ടെടുപ്പ് ദിനത്തിലും ഏറ്റവും പ്രധാന ശ്രദ്ധാകേന്ദ്രം പാലക്കാടായിരിക്കും. കാരണം നാളെ രാഹുൽ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. രണ്ട് കേസുകളിലും ഇപ്പോൾ അറസ്റ്റിന്റെ ഭീഷണി രാഹുലിനില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, രാഹുൽ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ സ്വാഭാവികമായും വലിയ ശ്രദ്ധ പാലക്കാട്ടേക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയാണ് പാലക്കാട്ടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. നിലവിൽ 28 സീറ്റ് BJPക്കുള്ള നഗരസഭയാണ്, 16 UDFിനുള്ളത്, LDFന് 7. ഈ നിലയിൽ നിന്ന് മാറ്റം വരുമോ, UDFന് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. പല വാർഡുകളിലും റിബൽ ശല്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പ്രധാനമായും കോൺഗ്രസ് ആണ് ഈ റിബൽ ശല്യം നേരിടുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമാണ്. ഒരു കുടുംബത്തിലെ ഒരു വോട്ട് മാറിയാൽ മതി അവിടുത്തെ വിജയ പരാജയങ്ങളൊക്കെ തന്നെ അപ്പാടെ മാറി മറയുന്ന ഒരു സ്ഥിതി വരുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം പട്ടാമ്പിയാണ്. പട്ടാമ്പി ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. V4 പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണ V4 പട്ടാമ്പി ഇല്ല. V4 പട്ടാമ്പി അല്ലെങ്കിൽ V4 പട്ടാമ്പിക്ക് നേതൃത്വം നൽകിയവർ UDFിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പട്ടാമ്പി നഗരസഭയിൽ എന്തുവരും എന്നുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ചിറ്റൂർ നഗരസഭ, കൊഴിഞ്ഞാമ്പാറ, CPM വലിയ രീതിയിൽ റിബൽ ശല്യം നേരിടുന്ന പഞ്ചായത്താണ് കൊഴിഞ്ഞാമ്പാറ. അപ്പോൾ അവിടെയൊക്കെ എന്തുവരും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും നിശബ്ദമായി തന്നെ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വളരെ നിർണായകമാണ്. ഇടതുപക്ഷത്തിന് തങ്ങൾക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. തങ്ങൾ തന്നെ ഇനി മൂന്നാം പിണറായി സർക്കാരും അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാരും ഉണ്ടാകും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് തെളിയിക്കണം. അതേസമയം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കും, അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഇതെന്ന് UDFനും തെളിയിക്കണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ ഇത് വാശിയേറിയ മത്സരമാണ്. പാലക്കാട്ടും സമാനമായ സ്ഥിതി തന്നെയാണ്. പ്രധാനമായും പാലക്കാട് നഗരസഭയിലും അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലും ചിറ്റൂരും കൊഴിഞ്ഞാമ്പാറയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം അവിടത്തേക്ക് തന്നെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളും റിബൽ ശല്യവും കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നു.